ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വഖഫ് നിയമ ഭേദഗതി ബിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൌലികാവകാശങ്ങളെ ഹനിക്കുന്നതാണെന്ന് INL. ഇതിനെതിരെ പുതിയ വഖഫ് നിയമം അറബിക്കടലിൽ എറിഞ്ഞ് പ്രതിഷേധിക്കും. ഏപ്രിൽ 15-ന് കോഴിക്കോട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയെന്ന് INL നേതാക്കൾ അറിയിച്ചു. ഈ പരിപാടിയോടുകൂടെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതല്ല, രാജ്യത്ത് നടക്കുന്ന മറ്റു പലതരം പ്രതിഷേധങ്ങളോടൊപ്പം ഈ പ്രതിഷേധവും ചേർന്ന് നിൽക്കും. തുടർന്ന് അങ്ങോട്ട് വരുന്ന പ്രതിഷേധ പരിപാടികളിലും ശക്തമായി തന്നെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബ് ഇന്ത്യ രാജ്യത്തുള്ള വിവിധ കൂട്ടായ്മകളിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വമാണെന്നതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ വലിയ സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ ഇത്തരം പരിപാടികൾ നടക്കാൻ വേണ്ടി പോകുന്നത്. നിലവിലെ വഖഫ് നിയമങ്ങളിൽ അടിമുടി മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ ഭരണഘടനാ വിരുദ്ധമായ നിയമം അടിച്ചേൽപ്പിച്ചതിൽ INL സംസ്ഥാന കമ്മിറ്റി ഏപ്രിൽ 15-ന് കോഴിക്കോട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ പ്രതിഷേധ പ്രകടനമായി ചെന്ന് പ്രവർത്തകർ വിവാദ നിയമത്തിന്റെ കോപ്പികൾ കടലിൽ വലിച്ചെറിയും. പാർട്ടി സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളും പോഷക ഘടകങ്ങളുടെ സാരഥികളും പാർട്ടി പ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. ഇവർ ചെയ്ത വലിയൊരു അബദ്ധം രാജ്യം അംഗീകരിക്കുന്നില്ല. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടി അംഗീകരിക്കുന്നില്ല, ഇടതുപക്ഷം അംഗീകരിക്കുന്ന ആരും അംഗീകരിക്കുന്നില്ല. മധുരയിൽ ചേർന്ന CPM പാർട്ടി കോൺഗ്രസിൽ ഇതിനെതിരെ പ്രമേയം പാസാക്കി. ഇന്നലെ അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസിന്റെ ACCയുടെ നേതൃയോഗത്തിനും കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ MLA, ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, പാർട്ടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശോഭ അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി OP അബ്ദുറഹിമാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഷു അടുത്തെത്തി. പുതുമകൾ കൊണ്ട്